എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ജനങ്ങളും മൃഗങ്ങളും എല്ലാവരും തന്നെ ഇപ്പം ആകെ ഭയന്നിരിക്കുകയാണ്. കാരണം ഡോഫ്ലമിംഗോ ക്രിയേറ്റ് ചെയ്ത ആ കേജ് പവർ അത് പതിയെ പതിയെ ഐലാൻഡിനെ മുഴുവനായിട്ട് വിഴുങ്ങാനായിട്ട് പോവാണ്. അതങ്ങനെ വരുംതോറും അതിന്റെ മുൻപിലുണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകള്, പാർക്കുകള്, റോഡുകള്, എന്തിന് ലാൻഡ് പോലും അങ്ങനെ വെട്ടിമുറിച്ചാണ് കടന്നു വരിക. അതുകൊണ്ട് പേടിച്ച് എല്ലാവരും ഇപ്പോ ഡൗൺ ടൗണിലേക്ക് ഓടും. ജനങ്ങൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൃഗങ്ങളും ജനങ്ങളും പരിഭ്രാന്തരായി അങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വട്ടം കറങ്ങി ഓടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ട്രഫാൽഗർ ലോയെ കാണിക്കും. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒറ്റയടിക്ക് ഡോഫ്ലമിംഗോയെ കൊന്നു കളയാനുള്ള കലിയുണ്ട്. ഉടനെ ഡോഫ്ലമിംഗോ പറയും, ലൂഫി ഇനി നീയായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഐലാൻഡ് അതിന് വെറും ഓർമ്മ മാത്രമായിരിക്കും എല്ലാവർക്കും. എന്റെ ആ കേജ് പവർ അത് നീ കണ്ടില്ലേ? അത് ഞാൻ എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ചെറുതാക്കുകയാണ്. അത് ചെറുതായി മുൻപോട്ടേക്ക് വരെ വരെ ആ സ്ട്രിങ്ങിൽ തട്ടി ബിൽഡിങ്ങുകള്, മരങ്ങള്, മനുഷ്യര്, മൃഗങ്ങള് അങ്ങനെ എല്ലാവരും മരിച്ചു വീഴും. ഒടുവില് ഈ ഒരു ഐലാൻഡിൽ നിന്ന് ഒരു പുൽക്കൊടിക്ക് പോലും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ലൂഫിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്നൊന്നും അറിയില്ല. അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് ട്രഫാൽഗർ ലോയിലായിരുന്നു. പക്ഷെ ട്രഫാൽഗർ ലോ ആണെങ്കിൽ ചേതനയേറ്റ് അവന്റെ തൊട്ട് മുൻപിൽ കിടക്കുകയാണ്. അവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഇവിടെ സിറ്റിയിലാണെങ്കിൽ ജനങ്ങളെല്ലാവരും അവിടേക്കും ഇവിടേക്കും ഓടി. ചിലർക്കാണെങ്കിൽ ആ ഓട്ടത്തിനിടെ പരിക്കു പറ്റും. ഉടനെ നേവിക്കാര് അവരാണെങ്കിൽ അവരുടെ ജീവിതവും ജീവനും ഒന്നും നോക്കാതെ ആ ജനങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാണ്. കമോൺ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തേക്ക് പോ, അവിടെയാണ് ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുക പറഞ്ഞ് ജനങ്ങളെല്ലാവരെയും കൊണ്ട് പറ്റും പോലെ ഗൈഡ് ചെയ്ത് ഇപ്പൊ സിറ്റിയിലെ സെൻട്രൽ ഭാഗത്തേക്ക് കൊണ്ടുവരും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ നിലവിളിച്ച് കരയാണ്, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലും രക്ഷിക്കേ. എനിക്ക് ഒരുപാട് കാലം കുൽസിതങ്ങളൊക്കെ നടത്തി ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഈ ചെറുപ്രായത്തിൽ മരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോറോ നീയെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സോറോയുടെ കാലിൽ വീണ് കെഞ്ചും. ഇവിടെ നേവിക്കാർ കെട്ടിയിട്ടിരിക്കുന്ന ആ കൺട്രോൾ പോയ ജനങ്ങൾ അവരും പേടിച്ച് കരയാണ്. അവരഴിച്ചു വിടാനോ രക്ഷപ്പെടുത്താനോ ഇപ്പൊ അവിടെ ഒരു ഭാഗത്ത് പോലും ആരുമില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സെല്ലിൽ നിന്ന് വന്ന പ്രിസണേഴ്സ് അവർക്കാണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ സ്ട്രിങ്സ് ഒക്കെ കാണുമ്പോൾ അവർ വലിയൊരു സെല്ലിൽ പെട്ടുകിടക്കുന്നതായിട്ട് തന്നെയായിരിക്കും തോന്നുക. ഇവിടെ ഓരോരുത്തരും അത് കണ്ട് ഓരോ നിമിഷവും പേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കിങ്ങിനാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ ആ ഡോഫ്ലമിംഗോ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവനൊരു അല്പം പോലും മനസാക്ഷിയില്ല എന്ന് ആള് ചിന്തിക്കും. അതേസമയം ആ ലിറ്റിൽ പീപ്പിള് അവരുടെ മുഖത്തും ഒരുപാട് ഭീതിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്ക് ആ സ്ട്രിങ്സിന്റെ ഇടയിലൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഇവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. ഇവിടെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആരൊക്കെ ഇവിടെ മരിച്ചു വീഴുമെന്നുള്ള ലിസ്റ്റ് ലൂഫിയോട് പറയാണ്. മാത്രമല്ല അവന്റെ മാസ്റ്റർ പ്ലാൻ അത് മറ്റൊന്നുമല്ല. അവന്റെ രഹസ്യങ്ങൾ അത് ഈ ഐലാൻഡിലുള്ള ജനങ്ങൾക്കും പൈററ്റ്സിനും എന്തിന് നേവിക്കാർ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ രഹസ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഐലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അത് ഡോഫ്ലമിംഗോയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അവൻ ഈ ഐലാൻഡ് മുഴുവനായിട്ട് നശിപ്പിച്ച് ഇത് പുതിയൊരു ഐലാൻഡാക്കി കൺവേർട്ട് ചെയ്ത് അവിടെ ഭരിക്കാനായിട്ട് ഇപ്പൊ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റബോൾ ആണെങ്കിലും ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് ലൂഫിയെ അവനെ പരിഹസിക്കുകയാണ്. കൺട്രോള് പോയ ലൂഫി അവനങ്ങനെ എടുത്തു ചാടി ഇപ്പൊ ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്യാൻ ക്ലോസ് എത്തും. പക്ഷെ അപ്പോഴേക്കും ഡോഫ്ലമിംഗോ ഞൊടിയിടയിൽ അവന്റെ കളർഫുൾ സ്ട്രിങ്സ് പവർ അതുപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ ഒരു വിധത്തില് ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടുമ്പോഴായിരിക്കും സെക്കൻഡുകൾ കൊണ്ട് ലൂഫി ഇൻവിസിബിൾ ആവുക. അടുത്ത നിമിഷം സാക്ഷാൽ ട്രഫാൽഗർ ലോ അവൻ അവിടേക്ക് വന്ന് ഡോഫ്ലമിംഗോയെയും ട്രബോളിനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവരാണെങ്കിൽ അവനെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഡോഫ്ലമിംഗോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഒരു പ്രത്യേക പവർ ഇപ്പോൾ ലോ അവന്റെ ബോഡിയിലേക്ക് കടത്തിവിടും. അടുത്ത നിമിഷം ചോര തുളുമ്പി താഴേക്ക് വീഴാണ്. ട്രബോളിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കണ്ണൊക്കെ തെരുമി വീണ്ടും വീണ്ടും ലോയെ നോക്കുകയാണ്. ഇവനെങ്ങനെ ജീവനോട് കൂടെ വന്നു? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവനെ തല്ലിക്കൊന്നതല്ലേ? മാത്രമല്ല ഇങ്ങനെ ഒരു പവർ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവൻ ആദ്യം റൂം ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ അത്തരത്തിലൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഉടനെ ലോ ആണെങ്കിൽ അവന് നേരെ തിരിയാണ്. ഞാൻ ഓൾറെഡി ഒരു റൂം ക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണുന്നതിനും ഫീൽ ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് വലുതാണെന്ന് പറയും. ആക്ച്വലി ട്രഫാൽഗർ ലോ അവിടെ റൂം ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് വളരെ വലുതായതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ എന്താ അത്തരത്തില് വലുത് ക്രിയേറ്റ് ചെയ്യുന്തോറും
ട്രഫാൽഗർ ലോയുടെ ലൈഫ് സ്പാൻ അത് ചുരുങ്ങി ചുരുങ്ങി വരും. ഇവിടെ ട്രബോൾ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് ലോയെ ചീത്ത വിളിക്കുകയാണ്. അതിന് ലോ പല്ല് കടിച്ചു പറയും, ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നിങ്ങളുടെ തല്ലും കളിയാക്കലും ആട്ടും തുപ്പും ഒക്കെ കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ഒരു പോയിന്റിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആദ്യത്തെ ബുള്ളറ്റ് അത് ട്രഫാൽഗർ ലോയുടെ ബോഡിയിൽ തുളച്ചു കയറി അവൻ തെറിച്ചു വീണ ആ മൊമെന്റിൽ അവൻ താഴെ ഉണ്ടായിരുന്ന ഒരു ഡെഡ് ബോഡിയും അവന്റെ ബോഡിയുമായിട്ട് ആംപിൾ ചെയ്യും. സോ ട്രഫാൽഗർ ലോ ആണെങ്കിൽ സേഫ് ആയിട്ട് താഴേക്ക് പോകും. മുകളിലുണ്ടായിരുന്ന ഡെഡ് ബോഡി അതിലേക്കായിരിക്കും പിന്നീട് ഡോഫ്ലമിംഗോ അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്യുക. സോ ഇതാണ് മുൻപ് പറഞ്ഞ ആ ഒരു വമ്പൻ ട്വിസ്റ്റ്. ലൂഫി ഡോഫ്ലമിംഗോയുടെ പേര് വിളിച്ച് അവിടേക്ക് ചാടി വന്ന ആ ഒരു മൊമെന്റിൽ വീണ്ടും ഷാമ്പിൾ ചെയ്ത് ട്രഫാൽഗർ ലോ ഇവിടേക്ക് തിരികെ വന്നു. ഒരുപാട് ബുള്ളറ്റ്സ് പെട്ട് ഓൾറെഡി മരിച്ചു കിടന്ന ആ ഒരു ഡെഡ് ബോഡി അത് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് പോയി. ലൂഫിയുടെ കാലില് രക്തം പെട്ട് അവൻ ട്രഫാൽഗർ ലോയെ തിരിച്ചറിഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്ന് നിലവിളിക്കും. ഉടനെ ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോയെ കൊന്ന കാര്യം പറഞ്ഞ് ലൂഫിയെ കളിയാക്കും. അത് കേട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പുറപ്പെട്ട ലൂഫിയെ ട്രഫാൽഗർ ലോ പതിഞ്ഞ ശബ്ദത്തില് അങ്ങനെ വിളിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അപ്പൊ ഒന്നും മനസ്സിലാവില്ല. അവൻ പുറകോട്ട് മുൻപോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവനെ വിളിച്ചത് മറ്റാരുമല്ല, ഡോഫ്ലമിംഗോ കൊന്നു എന്ന് വിശ്വസിച്ച അതേ ട്രഫാൽഗർ ലോ തന്നെ. ട്രഫാൽഗർ ലോ ലൂഫിയോട് പറയും, ഒരു കാരണവശാലും നീ തിരിഞ്ഞ് എന്നെ നോക്കാൻ പാടില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ കാറ്റ് പോയിട്ടില്ല, ഞാൻ ഇപ്പോഴും ജീവനോടുകൂടെ തന്നെയുണ്ട്, എന്റെ കയ്യിൽ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട്. സോ ഞാൻ പറയുന്ന അനുസരിച്ച് വേണം ഇനി നീ മൂവ് ചെയ്യാൻ. നീ മാക്സിമം ഡോഫ്ലമിംഗോയുടെ തൊട്ടടുത്തേക്ക് പോകണം, അവന്റെ ക്ലോസിൽ ചെന്ന് നീ നിൽക്കണം. അങ്ങനെ ലൂഫി ആണെങ്കിൽ അവന്റെ തൊട്ടടുത്ത് തന്നെ താമസം ഷാമ്പിൾ ചെയ്ത് ലോ ലൂഫിയുടെ സ്ഥാനത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ അതേ സെക്കൻഡിൽ തന്നെ ലോ ഉണ്ടായിരുന്ന ഭാഗത്തേക്കും പോകും. ഡോഫ്ലമിംഗോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ട്രഫാൽഗർ ലോ അവന്റെ പവർ അത് ഡോഫ്ലമിംഗോയുടെ ബോഡിയിലേക്ക് ഇറക്കി അവന്റെ ഇന്റേണൽ ഓർഗൻസ് തന്നെ അങ്ങനെ നശിപ്പിച്ച് കളയാണ്. കട്ട് ചെയ്ത ട്രബോൾ ആണെങ്കിൽ ഇപ്പൊ നിലവിളിച്ച് പറയും, ബോസ് നിങ്ങൾ ഒരു കാരണവശാലും തോറ്റു കൊടുക്കാൻ പാടില്ല, അവനെ കൊല്ലണം. അത് കേട്ട് ഡോഫ്ലമിംഗോ അവന്റെ സർവ്വ ഊർജവും അങ്ങനെ സംഭരിച്ച് ഇപ്പിടെ മുഖത്ത് കൈവെക്കും. ലോ ആണെങ്കിൽ അവന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ചിരിക്കുകയാണ്. ഇനി നിനക്ക് ഒന്നും ചെയ്യാനാവില്ല, എന്നെ കൊന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്യേണ്ട കാര്യം അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ഡോഫ്ലമിംഗോ അവൻ കൈ ചുരുട്ടി ലോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരുന്ന ആ സമയം ലൂഫി അവൻ സ്ട്രെയിറ്റ് സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ വയറ്റില് ആഞ്ഞൊരു ചവിട്ട്. ആ ഒരു ചവിട്ട് കൊണ്ട് അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. ട്രബോളിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ഷോക്കായിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ കലി അടക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിയെടുക്കുകയാണ്. അതിന് ലോ ആണെങ്കിൽ ലൂഫിയെ തടയും. അതിനുശേഷം പതിയെ മൂവ് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് വരികയാണ്. അവനിപ്പോൾ ഓർമ്മ വരിക ഡോഫ്ലമിംഗോയുടെ ബ്രദറിനെയാണ്. ബ്രോ ആദ്യമായിട്ട് ട്രഫാൽഗർ ലോയെ കണ്ട ഉടൻ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കിയിരുന്നു. ലോയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് അവൻ ഒരുപാട് തവണ ലോയെ ആ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ ആ സമയത്ത് ലോയ്ക്ക് അവന്റെ ഉദ്ദേശശുദ്ധി അത് മനസ്സിലായില്ല. അതിനുശേഷം ലോയെയും കൂട്ടി ഒരുപാട് ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങിയത്, ട്രീറ്റ്മെന്റിന് വേണ്ടി കെഞ്ചിയത്, അവസാനം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ലോഫി ഡെവിൾ ഫ്രൂട്ട് അതവന് കൊടുത്ത് അവനെ ഇത്രയും കാലവും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലോയുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോവും. ലോ ദേഷ്യപ്പെട്ട് പറയും, ഡോഫ്ലമിംഗോയെ കൊല്ലാനാണ് ഇത്രയും വർഷവും ഞാൻ കാത്തിരുന്നത്, അതെന്റെ മാത്രം അവകാശമാണെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് അടുക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവന്റെ മുഖത്ത് കൈവച്ച് മറച്ചിരിക്കുകയാണ്. അതിന് ലോ വീണ്ടും ഒരു റൂം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ആ ബ്രോ നിൽക്കുന്നത് പോലെ അവന് തോന്നും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ട്രഫാൽഗർ ലോയെ തന്നെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.